നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിക്ക് ഭരണം തരൂ. 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. 45 വർഷത്തെ വികസന മുരടിപ്പ് മാറും. വികസിത തിരുവനന്തപുരം സാധ്യമാകും. ഈ വാഗ്ദാനവുമായാണ് ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ജനങ്ങൾ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്തുകയും ചെയ്തു. പക്ഷേ പ്രതീക്ഷിച്ച വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒന്നും ഉണ്ടായില്ല. പറഞ്ഞതിലേറെയും ബി.ജെ.പിയുടെ പ്രതീക്ഷകളാണ്. കേരളത്തിൻ്റെ മാറ്റം തിരുവനന്തപുരത്തു നിന്നും തുടങ്ങും. കേരളം ഇനി ബി.ജെ.പിയുടെ കയ്യിൽ വരും. മാറാത്തത് മാറും. ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിലും വരും തുടങ്ങിയ പ്രതീക്ഷകളാണ് പങ്കുവച്ചത്. കേന്ദ്ര പദ്ധതികൾ കേരളം നടപ്പാക്കുന്നില്ലെന്ന് PM ശ്രീ പദ്ധതി ചൂണ്ടിക്കാട്ടി വിമർശിച്ച മോദി തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കുമെന്നും പ്രഖ്യാപിച്ചു. ഇടതു വലതു മുന്നണികൾക്കെതിരെയും കടുത്ത രാഷ്ട്രീയ വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചവരെ ജയിലിലാക്കുമെന്നും അത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും പ്രഖ്യാപിച്ചു. ഭരണമുന്നണിയെ വികസനത്തിൻ്റെ ശത്രുവെന്നും പ്രതിപക്ഷത്തെ മുസ്ലിം ലീഗ്, മാവോയിസ്റ്റ് കോൺഗ്രസ് എന്നുമായിരുന്നു വിമർശിച്ചത്. കേരളത്തിൽ മാറ്റം തുടങ്ങിയെന്നും കേരളം ബി.ജെ.പിയുടെ കയ്യിൽ വരുമെന്നുമെല്ലാം അവകാശപ്പെടുമ്പോൾ ലക്ഷ്യമിടുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. നിലവിൽ ബി.ജെ.പിക്ക് അക്കൗണ്ടില്ലാത്ത കേരള നിയമസഭയിൽ മോദി പറഞ്ഞ തരത്തിൽ ഒരു മാറ്റമുണ്ടാകാനുള്ള വിദൂര സാധ്യതയെങ്കിലും ഉണ്ടോ? മോദിയുടെ ഗ്യാരണ്ടി കേരളത്തിൽ വോട്ടാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനെ എത്തുന്നത് ദിവാകരനാണ്, തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ എത്തിക്കുമെന്ന് പറഞ്ഞു. അവർ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്തിച്ചു. പക്ഷേ ഒപ്പം വികസിത തിരുവനന്തപുരം സാധ്യമാകും, അതിനുവേണ്ടിയുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നൊക്കെ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത്തരം പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളാണ് കൂടുതലും ഉണ്ടായത്. ഈ നരേന്ദ്രമോദിയുടെ വരവും തിരുവനന്തപുരം കേരളത്തിൻ്റെ മാറ്റത്തിന് തുടക്കമാകുമെന്ന പ്രഖ്യാപനവുമെല്ലാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമോ? നമസ്കാരം സാറേ. സാറിനെ കൊണ്ട് ഞാൻ ചോദിക്കാനുണ്ട്. കിരൺ സാർ അന്നേം പറഞ്ഞിങ്ങനെ വരുന്നു. സാറേ, പിന്നെ എങ്ങനെയാന്ന് പറഞ്ഞാല് ഇത് പൊള്ളിയായ വാഗ്ദാനം. വയനാട് ഭീകരമായി ഉരുൾപൊട്ടി അത് ദാരുണമായി മനുഷ്യന്റെ സ്വത്തും ജീവനും നഷ്ടപ്പെട്ട വേളയിൽ പ്രധാനമന്ത്രി സന്ദർശിച്ച പല വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് അവിടുത്തെ പാവങ്ങളായ ജനങ്ങളെ കൊടുക്കാണ്ട് നിന്നിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങൾക്ക് നൽകി. അവര് ഭരിക്കുന്ന സംസ്ഥാനത്തിനെല്ലാം ദുരന്ത ഫണ്ട് വേണ്ടുന്നതും വേണ്ടാതെ നല്ലോണം പിന്നെ കുറച്ച് മാത്രമായി നൽകി. രാഷ്ട്രീയം നോക്കിയാണെന്നാണ് അവിടുത്തെ പാവങ്ങൾ ഇപ്പോഴും പറയുന്നത്. കോൺഗ്രസിന്റെ MP ആയ ശ്രീമതി പ്രിയങ്ക ഗാന്ധിയും മുൻ MP ശ്രീ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പല പ്രാവശ്യവും രാജിച്ച് വയനാട്ടിന്റെ ദുരന്ത നിവാരണ ഫണ്ടിലേക്കുള്ള, എന്നിട്ടും തുള്ളിയായിട്ടാ കൊടുത്തിന്. അതേപോലെ ഇപ്പം ഭരണം കിട്ടാൻ GD-മേന്റെ കഥ പോലെ കേരള എടിയ മാറുക. കേരളം ഇവർക്ക് ഒറ്റയും തറ്റയും ആടേരിയെല്ലാം ചെറുതന്നെ കിട്ടുമെന്നായിരിക്കും. കേരളം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ശ്രീമതി ഇന്ദിരാഗാന്ധി, മഹാത്മാഗാന്ധി, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവരുടെ പിന്നെ കേരളത്തിനെല്ലാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പൊ ആ കോൺഗ്രസ് കേരളത്തിൽ എന്തായാലും ഇപ്പം മിന്നിത്തിളങ്ങുന്നുണ്ട്. അപ്പൊ ആ രീതിയിലെ അത് എങ്ങനെയെങ്കിലും ഇന്ദിരാഗാന്ധിയുടെ പേര് അതിന്റെ കൂട്ടത്തിൽ തെറ്റി പറഞ്ഞതായിരിക്കുമെന്ന് കരുതുന്നു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പേര് ഇന്ദിരാഗാന്ധിയുടെ അത് തെറ്റിപ്പോയ സാറേ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പിന്നെ ശരി, ഓക്കെ. ശ്രീ ദിവാകരൻ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും വിളിക്കുന്നത്. ശ്രീ ഫാദർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്തെ വരവും കേരളത്തിൽ മാറ്റം തുടങ്ങിയെന്നും കേരളത്തിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ വരും എന്നൊക്കെയുള്ള പ്രഖ്യാപനവും വികസിത തിരുവനന്തപുരത്തെ മാതൃകാ നഗരമാക്കി മാറ്റും എന്നുള്ള പ്രഖ്യാപനവും ഒക്കെ ഉണ്ടായി. ഇതൊക്കെ കൊണ്ട് കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് അനുകൂലമായ ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത് ഇപ്പം പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് എന്റെ മനസ്സിൽ വരുന്നത്, ബി.ജെ.പിയും LDFും ചേർന്നിട്ടൊരു ഭരണം വരാൻ സാധ്യത കാണുന്നുണ്ട്. ആരാ? ബി.ജെ.പിയും പിന്നാരാ? LDFും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു ഭരണം കേരളത്തിന്റെ അവസ്ഥയിൽ സാധ്യമാവോ? ബി.ജെ.പി LDFും കൂടെ എങ്ങനെയാലും യോജിക്കാൻ കഴിയുമോ? സാറിന് അറിയില്ലേ, ഇവര് തമ്മിൽ അണ്ടർഗ്രൗണ്ട് ബന്ധങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് നമുക്ക് ആർക്കും മറക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ പറയാൻ വേണ്ടി വരുന്നത്,
ഈ 140 സീറ്റില് ഒരു 60-68 കോൺഗ്രസിന് 67 പിന്നെ LDF കിട്ടിയാൽ ഒരു 4-5 സീറ്റ് മറ്റേ BJP കിട്ടിയാൽ ആരുടെ കൂടിയാ BJP ചേരുക? അങ്ങനെ BJP-യുടെ പിന്തുണയോടുകൂടി ഫാദർ സാമുവൽ, ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. താങ്കൾ പറയുന്നത് BJP LDF ഭരണം വരുമെന്ന് പറയുന്നു. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലടക്കം ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വ്യത്യസ്ത പാർട്ടികളുടെ ഒക്കെ പിന്തുണയോടുകൂടി പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയൊക്കെ അറിയാമല്ലോ, പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള തീരുമാനങ്ങളൊക്കെ വരും. അതടക്കം വേണ്ട എന്ന് തീരുമാനിച്ച ഒരു മുന്നണി, ആ മുന്നണി എങ്ങനെയാണ് BJP-യെ പോലെ ഒരു പാർട്ടിയുടെ പിന്തുണയോടുകൂടി കേരളം ഭരിക്കുമെന്നൊക്കെ നമുക്ക് പറയാൻ കഴിയുക? പിന്നെ UDF-നോട് ചേരുവോ? അതും ഉണ്ടാവൂല. UDF-ന്റെയും LDF-ന്റെയും കൂടെ എന്തായാലും BJP-യുടെ പിന്തുണയോടുകൂടി LDF-ഉം UDF-ഉം കേരളത്തിൽ ഭരിക്കുമെന്ന് നിലവിലെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് പറയാൻ കഴിയില്ല. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു വോട്ടിംഗ് പാറ്റേണാ വരുന്നതെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാ. എന്തായാലും എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ രണ്ട് മുന്നണികളും ഇതുവരെ അവർ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത BJP വിരുദ്ധ നിലപാട്, അത് CPM ആയാലും രണ്ട് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് ആയാലും, കോൺഗ്രസും CPM-ഉം കടുത്ത സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികൾ തന്നെയാണ്. ആ പാർട്ടികൾക്ക് അങ്ങനെ BJP-യുടെ പിന്തുണയോടുകൂടി കേരളം ഭരിക്കാൻ കഴിയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്തുണ ഒക്കെയുള്ള അവസ്ഥ കേരളത്തിൽ ഉണ്ടാവും എനിക്കറിയില്ല. എന്തായാലും ആ രണ്ട് പാർട്ടികളും സ്വീകരിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സാധ്യത, വിദൂര സാധ്യത പോലും കാണുന്നില്ല. സാധ്യത ഇല്ലെങ്കിലും അങ്ങനെ പ്രതിസന്ധി വന്നാൽ, അല്ലെങ്കിൽ BJP-ക്ക് ഇവിടെ 3-4 സീറ്റ് കിട്ടിയെങ്കിലായാൽ അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇങ്ങനൊരു പ്രതിസന്ധി വന്നാൽ ഒരു 67-68 നിൽക്കുകയാണ്, 71 വരുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് എന്റെ ചോദ്യം. അങ്ങനെ ഒരു സ്ഥിതി വരാൻ സാധ്യത ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കുറച്ച് ദിവസമായി. ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? സ്വാഭാവികമായും ഒരു സാങ്കല്പികമായ ചോദ്യമാണ്. അങ്ങനെയൊക്കെ സ്ഥിതി വന്നാൽ രണ്ട് മുന്നണിക്കും 68 വരുന്നു, ബാക്കി 4 BJP-ക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അതല്ല അവരാരെ പിന്തുണച്ചാൽ അവർക്ക് ഭരണം കിട്ടുന്ന അവസ്ഥയിൽ എന്തായാലും ആ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെയും അവരുടെ നിലപാടുകൾ വ്യക്തമാണ്. അങ്ങനെ നിലപാടുകൾ സംഘപരിവാർ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ അത്തരമൊരു ആത്മഹത്യാപരമായ നീക്കത്തിലേക്ക് പോകുമോ ഇല്ലയോ എന്നൊക്കെ എന്തായാലും തൽക്കാലം പ്രവചിക്കാൻ കഴിയില്ല. നിലവിലെ അവസ്ഥ വെച്ച് അങ്ങനെ പോകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാനും കഴിയും. എന്തായാലും നമുക്ക് പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വരവ് വലിയ ആവേശമാണ് BJP പ്രവർത്തകർക്കിടയിൽ ഉണ്ടാക്കിയത്. ഈ ആവേശത്തെ ജനങ്ങളുടെ ആവേശമാക്കി മാറി അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് അനുകൂലമായ ഒരു വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? മേയർ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ബ്ലൂ പ്രിന്റ് ശരിയായിട്ടില്ല. അതിന് ഇവര് വന്നിട്ട് 25 ദിവസം, ഒരു മാസം ആയല്ലേ ഉള്ളൂ. മാത്രമല്ല ഈ വികസനം നടപ്പാക്കാൻ ഈ കേരള സർക്കാരിന്റെ ഒരു സഹകരണം വേണം. അല്ലാണ്ട് ഈ കോർപ്പറേഷൻ നേരിട്ട് പൈസ കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ, സർക്കാർ വഴി അത് കൊടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല മറ്റേ ദിവാകരൻ പറഞ്ഞാല് ഈ വയനാട് ചൂരമലയിലൊക്കെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഇവര് എവിടെ എത്താ ചെയ്താക്കുന്ന ഓർത്താം. ഇതേപോലെ ഏഷ്യാനെറ്റിലെ കുഞ്ഞുകണ്ണം തുറന്നു പറയുന്നുണ്ട്, അത് കണ്ടായിരുന്നോ? പൈസ മുഴുവൻ എടുത്ത് മറിച്ചു വിറ്റ് തിന്നു. കണ്ണൂര് ഈ കുഞ്ഞുകണ്ണല്ലേ? ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ പ്രദീപ്, ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയെ 45 ദിവസത്തിനുള്ളിൽ എത്തിക്കും എന്ന് പറഞ്ഞത് എത്തിച്ചു. വികസിത തിരുവനന്തപുരത്തിനുള്ള വലിയ പ്രഖ്യാപനങ്ങൾ അതിലുണ്ടാവും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചില പ്രതീക്ഷകൾ പങ്കുവച്ചതിനപ്പുറത്തേക്ക് അത്തരം പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും BJP പ്രവർത്തകരെ സംബന്ധിച്ചത് വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയായിരുന്നു പ്രധാനമന്ത്രിയുടെ വരവ്. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരം കിരൺ. നമസ്കാരം. കുറച്ച് ദിവസം ഞാനില്ലായിരുന്നു, അച്ഛൻ്റെ ഒരു ചെറിയ അസുഖവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഈ വിഷയത്തിൽ പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭരണമൊന്നും കിട്ടാൻ പോണില്ല, ഭരണത്തിന്റെ ഇടയിലത്ത് വരികയില്ലെങ്കിലും BJP ഇത്തവണ സീറ്റുകൾ പിടിക്കുമെന്നുള്ളത് ആണ് എന്നെ പോലുള്ളവരുടെ വിശ്വാസം. കാരണം അവര് ഇവിടെ ആരൊക്കെ എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ പറ്റില്ല. ഇനി 2 മാസത്തിലധികം ഇവിടെ തെരഞ്ഞെടുപ്പിന് കാലാവധിയുണ്ട്. ഇപ്പൊ തന്നെ ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ 2020 അങ്ങോട്ട് പോയി. അങ്ങനെ ഇനി ആരൊക്കെ പോകും, ഏത് നേതാക്കന്മാര് പോകും? ഒന്നും പറഞ്ഞ അവർണമജ്ഞാതം അനന്തനീയം, അനന്തമജ്ഞാതം അവർണനീയം. രാഷ്ട്രീയ പാർട്ടികൾ മാറുന്ന എന്നാണോ ഒരു കാലഘട്ടമാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ സീറ്റ് ഉണ്ടാകുക എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. അത് താങ്കളുടെ പ്രതീക്ഷയിൽ പറയാൻ പറ്റില്ല. അല്ല ശ്രീ ശശിധരൻ, എവിടെയാണ് BJP-ക്ക് അങ്ങനെ ഇപ്പോൾ ആലപ്പുഴ എവിടെയെങ്കിലും സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടോ? ആലപ്പുഴ വേണ്ടെന്ന്, തിരുവനന്തപുരം അതുപോലെ പാലക്കാടിലെ ഏതെങ്കിലും മേഖല അവിടെ ഇവിടുന്ന് സീറ്റ് ഉണ്ടെന്നേ ഞാൻ പറഞ്ഞോളൂ. അത് വേണമെങ്കിൽ കിരൺ എഴുതി വെച്ചോ, ഇലക്ഷൻ കഴിയുമ്പോഴും നമുക്ക് സംസാരിക്കാം.
ശരി, അല്ല എനിക്കറിയില്ല സീറ്റ് കിട്ടുമോ ഇല്ലയോ. താങ്കളുടെ ഒരു പ്രവചനത്തിൽ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു കൗതുകം കൊണ്ട് ചോദിച്ചാണ്. തിരുവനന്തപുരത്ത് എന്തായാലും സീറ്റ് ഉറപ്പ്. തിരുവനന്തപുരത്ത് എവിടെയാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തിരുവനന്തപുരത്ത് അവരുടെ മേഖലയിൽ ശക്തമായ മേഖലകളുണ്ട്. അത് വിശകലനം ചെയ്താൽ മനസ്സിലാവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ അത്രയും പറയുന്നത് അതിനകത്തൊരു തർക്കമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടെ ഇവിടെ ഒരു ജാതീയമായ ചേരിതിരിവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളാപ്പള്ളിയുടെയും പിന്നെ ഞങ്ങളുടെ സൂചേട്ടന്റെ ഒന്നും അല്ലാതെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറയേണ്ടതും പറയേണ്ടാത്തതും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിപ്പിച്ചും പിന്നെ തമ്മിലടിപ്പിച്ചും ഒരു ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ ഗുണം കിട്ടാൻ പോകുന്നത് BJPക്കാണ്. ഇതൊക്കെ കുറിച്ചു വെച്ചോ. എന്റെ 72 വയസ്സിലെ അനുഭവജ്ഞാനം കൊണ്ട് ഞാൻ പറയുക, രാഷ്ട്രീയക്കാരാണ് ഇവിടെ വർഗീയത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് 100 തെളിവുകളുണ്ട്. ശരി, വളരെ വ്യക്തമാണ്. എന്തായാലും സമകാലീന രാഷ്ട്രീയാവസ്ഥയിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലെ പലരും ബോധപൂർവം അല്ലാതെയൊക്കെ ഈ വർഗീയതയ്ക്ക് വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മോദിയുടെ ഇന്നത്തെ വരവ് അത് BJPക്കാർക്ക് ഉണ്ടാക്കിയ ഒരു ആവേശം അവർക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? വോട്ടായി മാറും. കുറച്ചൊരു ഹയർ എൻഡിലേക്ക് കുറച്ചും കൂടെ പോവാം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെക്കാളും. പക്ഷെ ഒരു പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞത്, ഒരുപാട് കുറഞ്ഞത്. അതെ, എങ്കിലും തിരുവനന്തപുരത്ത് അവര് ഒരു മേയർ സ്ഥാനം പിടിച്ചെന്ന് പറയുമ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ്. തിരുവനന്തപുരം മേയർ സ്ഥാനം പിടിച്ചെന്ന് പറയുമ്പോൾ തന്നെ ടോട്ടൽ വോട്ട് ഷെയറിനകത്ത് കേരളം മുഴുവൻ നോക്കുമ്പോൾ വോട്ട് ഷെയർ 15% കുറഞ്ഞു. അവർക്ക് ഏകദേശം 19-20% നിന്ന സ്ഥലത്തു നിന്നാണ് അത്രയും വലിയ കുറവുണ്ടായത്. ശരി, ഓക്കെ. എങ്ങനെയായിരുന്നാലും ഒരു പ്രധാനമന്ത്രി ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുമ്പോൾ തിരുവനന്തപുരത്തിന് വേണ്ടി ഓക്കെ തയ്യാറാക്കിക്കോട്ടെ, അവിടെ മേയർ സ്ഥാനം കിട്ടി. പക്ഷെ ഒരു പ്രധാനമന്ത്രി ബ്ലൂ പ്രിന്റ് തയ്യാറാക്കേണ്ടത് ഒരു സംസ്ഥാനത്തിന് വേണ്ടിയാണല്ലോ. പിന്നെ അതുപോലെ ധൃതിപ്പെട്ട് ഇപ്പൊ ഒരു ഫാസ്റ്റർ ട്രെയിൻ ഈ ശ്രീധരൻ 9 മാസം കൊണ്ട് അതിന്റെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ പെട്ടെന്ന് ഇപ്പൊ ഒരു ഇലക്ഷന് 2 മാസം മുന്നാണല്ലോ. ഇപ്പൊ ഇതുവരെയായിട്ടും ഇത്രയും നമ്മുടെ സംസ്ഥാന സർക്കാർ സിൽവർ ലൈനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് 5-6 വർഷമായി, 6 വർഷത്തിലേറെ. എന്നിട്ട് ഈ സമയത്തൊന്നും ഇല്ലാത്തൊരു സാധനം ഇപ്പൊ ഈ ഇലക്ഷന് 2 മാസം മുൻപ് വെച്ച് പറയുമ്പോൾ അത് പ്യുവർലി പൊളിറ്റിക്സ് ആണ്. പിന്നെ എനിക്ക് ഏറ്റവും അടിവരയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇനിയിപ്പോ നമ്മുടെ രാജ്യം ജപ്പാൻ പോലെ വികസിച്ചു അല്ലെങ്കിൽ USA പോലെ വികസിച്ചു, എന്നാലും നമ്മുടെ നാട്ടിലെ ഒരു പരസ്പര സൗഹാർദ്ദം, അതായത് മതസൗഹാർദ്ദവും പിന്നെ സാമുദായിക ഈ സൗഹാർദ്ദങ്ങളും അതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു കാര്യമില്ല. അതില്ലാതെ നമ്മൾ ജപ്പാൻ അമേരിക്ക ആയിട്ട് ഒരു കാര്യമില്ല. അത് നിലനിർത്താനുള്ള ശ്രമങ്ങളും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതില് ആണ് നമ്മൾ ഖേദിക്കേണ്ടത്. എന്ത് നേടിയിട്ടും കാര്യമില്ല. അത് മതസൗഹാർദ്ദം ആണ് ആദ്യം നമുക്ക് വേണ്ടത്. അതാണ് എൻ്റെ അഭിപ്രായം. അത്രയേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുനിലാണ്. സുനിൽ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുനിൽ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രി വരും എന്ന് പറഞ്ഞു. 30 ദിവസം ആകുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയെ എത്തിക്കാൻ BJP കഴിഞ്ഞു. പക്ഷേ ഒപ്പം ചില വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ കൂടി നൽകിയിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായില്ല. പക്ഷേ അപ്പോഴും അത് അവർക്കൊരു ആവേശം ഉണ്ടാക്കുന്നുണ്ട്. ഈ ആവേശം BJPക്ക് ഗുണമാകുമോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഈ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ ദ കേസ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാല് നിലവിലെ സിറ്റുവേഷനിൽ അവർക്ക് പല കാര്യവും ഗുണമാവുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും കേരളത്തിന്റെ ഇത് ചന്ദ്രശേഖർ വന്നോടി പ്രസിഡന്റായിട്ട് വന്നോടി ഇതിന്റെ വ്യത്യാസം കാണാനുണ്ട്. പുള്ളിയെ തോന്നിയ പുള്ളി രാഷ്ട്രീയക്കാരനെക്കാളും അപ്പുറം പുള്ളി ഒരു ഇതാണ്, ദൂരക്കാട്ടാണ്. അപ്പൊ അതിന്റെ രീതി പുള്ളി ആളുകളെ ഈ ബിസിനസ് മാൻ അല്ലേ, ദൂരക്കാട്ടല്ലേ. വാക്ക് കൃത്യമായിട്ട് കേട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. പറഞ്ഞു. ഓക്കെ. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം പാർട്ടിയിൽ കാണാനുണ്ട്. അതിന്റെ ആണ് ഇപ്പം സാബു 2020 പാർട്ടിയിൽ സാബു പോലും അവരുടെ പാർട്ടിയിൽ എത്തുകയൊക്കെ ചെയ്ത്. പക്ഷെ ഞാൻ ഇതിനകത്ത് കാണുന്ന വെച്ച് കഴിഞ്ഞാല് അവര് ഇപ്പം ഭരിക്കുക ഒന്നും ചാൻസ് കുറവാണ്. പക്ഷെ എന്നാലും കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിൽ ഒരു 10 സീറ്റ് പിടിച്ചെന്ന് വെച്ചോ, നമുക്ക് എന്തിനും ഒരു പോസിബിലിറ്റി നമ്മൾ ചിന്തിക്കും. പിടിച്ചാല് ഞാൻ ഇന്ന് ഇത് പറയുന്നത് നോട്ട് ചെയ്ത് വെച്ചോ, കോൺഗ്രസിൽ നിന്ന് ഒരു ഒഴുക്കുണ്ടോ, കോൺഗ്രസിൽ നിന്ന് ഒരു ഒഴുക്ക് BJPയിലോട്ടുണ്ട്. 10 സീറ്റ് ഇവർ പിടിക്കുമെന്ന് ഉറപ്പുണ്ടായാൽ കോൺഗ്രസിൽ നിന്നായിരിക്കും. ഇപ്പൊ ഇവിടെ കുറച്ചു മുമ്പ് കോൺഗ്രസിനെ കുറിച്ച് ഒത്തിരി സംസാരിക്കുന്നത് കേട്ടു. കോൺഗ്രസിൽ നിന്നായിരിക്കും ആദ്യം വരിക. നമ്മൾ എങ്ങും പോകണ്ട. ബീഹാറിന് ഇലക്ഷൻ കഴിഞ്ഞ് അതിന്റെ ചൂട് പോലും അറിയില്ല. അതിന് മുമ്പ് ആറ് MLA-മാരും BJPയിലെത്തി. സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇത് അങ്ങനെ സംഭവിച്ചാൽ ഇത് ഇങ്ങനെയും സംഭവിക്കും.
പിന്നെ പുള്ളി ഇപ്പം BJPക്ക് ഒരു എന്താ ഒരു പൊസിഷൻ കിടക്കുന്ന വെച്ച് കഴിഞ്ഞാല് നിലവില് രാഷ്ട്രീയ സാഹചര്യം ആകെ ഒരു മൊത്തത്തിലൊരു അവിയൽ പരുവത്തി കിടക്കുകയാണ് കേരളത്തില്. അപ്പൊ അതിന്റെ ഒരു പോസിബിലിറ്റി എന്തായാലും അവരും നോക്കുന്നുണ്ട്. പിന്നെ ഫർദർ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇലക്ഷൻ ഡിക്ലറേഷൻ അടുത്താകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും എന്തൊക്കെയാണ്. പക്ഷെ ഞാനത് വേറെ കാര്യം ശ്രദ്ധിച്ചു. ഇന്ന് ലാസ്റ്റ് പ്രധാനമന്ത്രി പോകാൻ നേരത്തെ എല്ലാവരും അടുത്ത് വന്നപ്പം ഒരാൾ മാത്രം അടുത്തോട്ട് വന്നില്ല. അത് ആരൊക്കെ ശ്രദ്ധിച്ചത് എനിക്കറിയത്തില്ല. ഒരാൾ മാത്രം പുള്ളിയുടെ സ്വീകരണത്തിന് അടുത്തോട്ട് വന്നില്ല. അല്ല, ഇതൊക്കെ പറയുന്നതിന് ഇത്ര മടിക്കുന്ന എന്തിനാണ്? എന്തോ രഹസ്യം പോലെ. അല്ല രഹസ്യമല്ല, അതൊക്കെ നമ്മളല്ല, ഞാൻ പറയാണേ അല്ല, ഞാനതാ ചോദിച്ചത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇനി എന്തുകൊണ്ടാണ് വരാതിരുന്നതെന്ന് അറിയില്ല നമുക്ക് എന്തായാലും. പക്ഷെ അങ്ങനെ വന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയുന്നതിന് എന്താണ് കുഴപ്പം? അല്ല, അപ്പൊ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പാർട്ടിക്കകത്ത് നിലവിലെ ഒരു പൊളിറ്റിക്സ് സിറ്റുവേഷൻ അനുസരിച്ച് പിന്നെ ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സന്ദീപ് ബൃഹസ്പതിയൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് 2 പ്രാവശ്യവും പുള്ളിയുടെ ഹിന്ദി സ്പീച്ച് ഇത് ചെയ്യുന്ന പുള്ളിയായിരുന്നു. അപ്പം രാജീവ് ചന്ദ്രശേഖർ വന്നപടി സുരേന്ദ്രൻ ഇരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്ന് സന്ദീപ് മേളി വന്ന് ശോഭയ്ക്ക് ആലപ്പുഴയുടെ ഇത് കൊടുത്തു. ദർ ആർ പോസിബിലിറ്റീസ്. നമ്മൾ അങ്ങനെ എല്ലാരും കൂടെ തഴഞ്ഞു കളയേണ്ട കാര്യമൊന്നുമില്ല. ചില സൂചനകളൊക്കെ ഉണ്ട്. അതിന് വേണ്ട രീതിയിൽ എല്ലാരും കൂടെ കൈകാര്യം ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കണ്ട് നമുക്കറിയാം. വ്യക്തമാണ്. ശ്രീ ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ BJPക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ? നമസ്കാരം. കിരൺ സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എന്തായാലും ഞാന് പാലക്കാട് നിന്നാണ് ഗോപകുമാർ. TV മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് പറഞ്ഞോളൂ. ക്യാപ്ഷൻ തന്നെ സൂപ്പർ ആയിട്ടുണ്ട്. മോദിയുടെ ഗ്യാരണ്ടി വോട്ടാകുമോ എന്നല്ലേ ക്യാപ്ഷൻ. അതിലൊന്നും യാതൊരു സംശയം വേണ്ട കിരൺ സാർ. തീർച്ചയായിട്ടും വോട്ടാകും ചെയ്യും. ഒന്നും വേണ്ട. അതിന്റെ മുന്നേ സംസാരിച്ച ഒരു ഫാദർ സംസാരിച്ചപ്പോ പറഞ്ഞു 4 or 5 MLA വരും. ഇപ്പൊ 0-ലാണുള്ളത് BJPയുടെ MLA കണക്ക്. പക്ഷെ 4 or 5 MLA വരുന്നു ഫാദർ പറഞ്ഞു. ഇപ്പൊ ഇതിന്റെ തൊട്ടു മുന്നേ സംസാരിച്ച ആള് പറയണു 5 or 6 or 8 or 10 വരാൻ സാധ്യത ഉണ്ടെന്ന്. അപ്പൊ അതൊന്നും തന്നെ മനസ്സിലാക്കിക്കൂടെ? എന്തായാലും മോദിയുടെ ഗ്യാരണ്ടി, മോദിയുടെ വരവ് BJPക്ക് ഒരു ഉന്മേഷം, ഉണർവ് ഉണ്ടാക്കും. ജനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി BJP ആണെന്നുള്ള ജനങ്ങൾക്ക് മനസ്സിലാക്കി തുടങ്ങി. തിരുവനന്തപുരം മേയർ BJPയുടെ ആദ്യമായിട്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേരളത്തിനും വേണം എന്ന് ചിന്തിക്കുന്ന ഒരു പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ വന്നത് ആദ്യമായിട്ടാണ്. പിന്നെ ആദ്യം തന്നെ സംസാരിച്ചൊരു വിദ്വാൻ, അങ്ങനെ കളിയാക്കി പറയല്ല, എന്തായാലും കിരണ അതിന്റെ ഇടയിൽപ്പെട്ട് അത് ക്ലിയർ ചെയ്ത് കൊടുത്ത കാരണം. അല്ലെങ്കിൽ മൂപ്പര് രാഹുൽ ഗാന്ധി കൂടി അതങ്ങനെ ഒരു അറിയാതെ പറഞ്ഞ കൂട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോയതാണ്. അതിനകത്ത് അങ്ങനെ ഗൗരവമായി കാണേണ്ട കാര്യമില്ല. അല്ല, രാഹുൽ ഗാന്ധി കൂടി മൂപ്പര് സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ഇത് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാത്ത ആളുകളെയൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളായി വെക്കുന്ന ഒരു കാലമല്ലേ? അപ്പോൾ അവരുടെയും ഒരു നാക്കുപിഴയായി അതിനെ കൂട്ടിയാൽ മതി. അത്തരം അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്ന കാലമല്ലേ? കിരൺ അത് ക്ലിയർ ചെയ്ത കാരണം കൊണ്ട് ഞാൻ അത് ഒന്നുകൂടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് കാര്യമായിട്ടെടുക്കുന്ന കാര്യമില്ല. പക്ഷെ എന്തായാലും BJPക്ക് ഇത്തവണ നമ്മളെ ഒരു സ്ഥിരം പ്രേക്ഷകൻ എടുക്കുകയാണ്. ഒരു മിനിറ്റ് കിരൺ സാർ പറഞ്ഞോളൂ. നമ്മുടെ ഒരു സ്ഥിരം പ്രേക്ഷകനുണ്ട്, ചാത്തന്നൂരല്ലേ സ്ഥലം? ആണ് ചാത്തന്നൂർ. പണ്ടൊരു പ്രേക്ഷകർ പറഞ്ഞു, ഞാൻ മൂപ്പരോടെയും ഇതിന്റെ വേറൊരാളുണ്ട്, അയാളായിട്ട് സംസാരിച്ചു. ചാത്തന്നൂരിനെ ഞങ്ങള് ഒരു MLA ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ ഗോപകുമാറാണ് പ്രതികരിച്ചത്. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വരവും പ്രഖ്യാപനങ്ങളും ഒക്കെ BJPക്ക് വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? നമസ്കാരമുണ്ട് കിരൺ സാർ. നമസ്കാരമുണ്ട്. സാറിനെ കുറേ ദിവസമായിട്ട് കണ്ടിട്ട്. അപ്പൊ എന്തേലും സാറിന് വിശേഷിച്ച് വല്ലതും ഉണ്ടായിരുന്നു? ഞാൻ ഇല്ലായിരുന്നു, കുറച്ച് ദിവസമായിട്ട് അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു. അങ്ങനെ ഞാൻ അവധിയായിരുന്നു. അത് ശരി. 10 ദിവസത്തിൽ കൂടുതൽ ആയി. അതുകൊണ്ടാ. എന്നാൽ ശരി, ഇനി പറയാം. നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോ പിന്നെ മറ്റേ സർക്കാർ നേറ്റിവിറ്റി കാർഡ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രധാനമന്ത്രി അറിഞ്ഞു ഒരു PM കാർഡിലും ഇതൊക്കെ വരുന്നുണ്ട്. പിന്നെ അവിടെ ഒന്നായിട്ട് തിരുവനന്തപുരം പട്ടണം ഒന്നായിട്ട് ഇങ്ങോട്ട് പിന്നെ വല്ല റഷ്യ അമേരിക്കയും ഒക്കെ പോലെ ആക്കുന്നുണ്ട്. അതും ആക്കി കഴിഞ്ഞാലും ഈ പിന്നെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വിചാരം ഞാൻ ഇവിടെ ഞങ്ങളൊക്കെ കണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്നായിട്ട് തിരുവനന്തപുരത്തും വേറുള്ളിടത്തും ഒക്കെ BJPക്കാരാവും എന്നുള്ള ഒരു ധാരണ ഉണ്ട്.
എന്നാ പൊന്നാര സാറേ, കിരൺ സാറെ, ഒറ്റ കാര്യം പറഞ്ഞുതരാം. ആ തിരുവനന്തപുരം പട്ടണം മാത്രം ഒന്ന് കിട്ടിയെങ്കിൽ അവർക്ക് കിട്ടും. അതായത് ഒരു MLA അവിടുന്ന് കിട്ടിയാൽ കിട്ടും. പണ്ട് നമ്മളെ രാജഗോപാലൻ സാറ് പോലത്തെ ജയക്കൊണ്ടായതാണ് അവിടെ. അത് ഇപ്പൊ അല്ലാതെ ഒരു വസ്തുവും കിട്ടൂല. ഓല് തരണ്ട കാശ് തന്നെ ഈ സർക്കാരിന് കൊടുത്തിട്ടില്ല. ആ വയനാട് ദുരന്തം, മറ്റേ ദുരന്തം, ഈ GST മറ്റും മറിച്ചൊന്നും. എന്നിട്ട് ഈ സർക്കാരിന്റെ ആൾക്കാര് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാറുണ്ട്. അത് കുറച്ച് പ്രയാസപ്പെട്ട കാര്യമാണ്. ഏറെക്കുറെ വിവരമുള്ള ജനങ്ങൾ തന്നെയാണ് ഇവിടെ ഈ കേരളത്തിലുണ്ട്. ഒന്നര തിരക്കിലും സാറേ പറയുന്നത് കേട്ടോളി. ഏറെക്കുറെ വിവരമുള്ളവര് അവര് ചെയ്യാൻ കുറച്ച് മടിക്കും. പിന്നെ ഇപ്പൊ ഈ തദ്ദേശ ഭരണ വകുപ്പ് ഇങ്ങനെ പോയി, അതിലാണിപ്പോ മറ്റുള്ളവരൊരു ഞങ്ങളെ അപ്പുറത്തെടുക്കുന്ന ഒരു പാർട്ടി ഉണ്ട്, ഞങ്ങൾ അപ്പുറത്തെടുക്കണേ ഓരിപ്പോ നെളീനിപ്പോ അതാണ്. ഞാൻ നെളീനിന്റെ ഒന്നും കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ മുഹമ്മദ്. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീനിവാസൻ, BJPക്ക് അധികാരം കിട്ടിയാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ എത്തിക്കുമെന്ന് പറഞ്ഞു, എത്തിച്ചു. വികസിത തിരുവനന്തപുരമാക്കി മാറ്റും എന്ന്, അതിനുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതുണ്ടായില്ലെങ്കിലും BJPക്കാർക്ക് എന്തായാലും വരവ് ആവേശം ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ്. അത് എങ്ങനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും? നമസ്കാരം കിരൺ സാറേ, കുറച്ച് ദിവസമായി സാറിനെ കണ്ടിട്ട്. കുറച്ച് ദിവസം ഇല്ലായിരുന്നു. ശരി സാർ, ഇതൊന്നും നടക്കില്ല. വട്ടപൂജയാണ്. ഇവിടെ വന്നിട്ട് എന്തെല്ലാം സാറ് ഇന്നലെ വരെ പറഞ്ഞോളുന്ന വമ്പം പ്രഖ്യാപനങ്ങൾ, റെയിൽ പാതകൾ പ്രഖ്യാപനങ്ങൾ, ബുള്ളറ്റ് ട്രെയിൻ, മറ്റേ ട്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് വന്നിട്ട് ഇവിടെ വെയിലും മഞ്ഞും കൊണ്ടല്ലാണ്ട് ഇവിടെയുള്ള ആൾക്കാർ അവിടെ പോയിരുന്നിട്ട് ഒരു പദ്ധതി ഇവിടെ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്? ഒന്നുമില്ല. 10 കൊല്ലം മുമ്പ് പദ്ധതി തന്നെ വെച്ച് അയാൾ പ്രസംഗിക്കാടുന്നു. വഴിയോര കച്ചവടക്കാർക്ക് മറ്റേത് കൊടുത്തു. അതൊക്കെ എന്ന് കൊടുത്തിട്ടുള്ളതാ. എന്നിട്ട് പറഞ്ഞു ഇപ്പം സ്വർണ്ണക്കടത്തുകാരെ ഞങ്ങൾ അധികാരത്തിൽ വന്ന അഴിക്കുള്ളിലാക്കുന്നു. ഇപ്പൊ അഴിക്കുള്ളിലല്ലേ ഇപ്പൊ ഇവരൊക്കെ? പിന്നെ ഇവര് വന്നിട്ട് വേണം MLA കിട്ടും. ഒരു MLA പോലും ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടില്ല. ഇത് നോക്കിക്കോ, എഴുതി വെച്ച കിരൺ സാറ്. ഒരു വയനാട് ഇത്ര ദുരിതമുണ്ടായിട്ട് അയാൾ 4-5 ദിവസം പ്രധാനമന്ത്രി ഇവിടെ വന്ന് ഒരു രാത്രി മുഴുവൻ ഇവിടെ കറങ്ങി പോയിട്ട് 1 രൂപ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. എന്നിട്ടൊന്ന് പറഞ്ഞ് ഇന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് 1 മണിക്കൂർ രാഷ്ട്രീയ പ്രസംഗം അല്ലാണ്ട് ഒരു പ്രസംഗം ഇവിടെ കാഴ്ചവെച്ചിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. ഇവിടെ വട്ടപൂജൻ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നും, ഒരു പുതിയ ഒരു പദ്ധതിയെങ്കിലും പ്രഖ്യാപിക്കണ്ടേ? ഒന്നുമില്ല. ഇത് ഒരു MLA പോലും അവർക്ക് കേരളത്തിൽ കിട്ടാൻ പോകുന്നില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് കൊടുത്തു മാറ്റാനും ഒന്നും പറ്റില്ല. UDF തന്നെ വരും ഇവിടെ. ഇവിടെ തലകുത്തി മറന്നാലും അങ്ങനെ ഒരു വ്യാമോഹം വേണം. അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീനിവാസൻ. നമുക്ക് ചില യൂട്യൂബിലെ കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. നമസ്കാരം, ഇവിടെ ഒന്നും സംഭവിക്കുകയില്ല. മോദി ഇതിനു മുമ്പ് പല ഗ്യാരണ്ടികളും തന്നിട്ടുണ്ട്. വെള്ളത്തിൽ വരച്ച വര പോലെയാണ് എന്നാണ് ജയകുമാർ പറയുന്നത്. മോദിയുടെ ഗ്യാരണ്ടി വോട്ടായാൽ കൊള്ളാം എന്ന് സുനിൽകുമാർ പറയുന്നുണ്ട്. അത് കേരളത്തിന് സുനിൽകുമാർ, നാട്ടിലെ ജനങ്ങൾ കൊള്ളാം, ഇടത് വലത് കൊള്ളയ്ക്കെതിരെ ജനം മാറി ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു. ഒരവസരം കൊടുത്താലല്ലേ വിലയിരുത്താനാവൂ എന്നൊക്കെ സുനിൽകുമാർ പറയുന്നുണ്ട്. സദാനന്ദൻ പറയുന്നു, മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുക. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. MMC എന്താ? ജയൻചേട്ടൻ നമസ്കാരം, നമ്മുടെ മോദിയെ കുറ്റം പറയുക അല്ലേ എന്ന് ചോദിക്കുന്നു. മറ്റൊന്ന് പ്രമോദ് നാണുവാണ്. തിരുവനന്തപുരം ഭാരതത്തിൻ്റെ 1ാമത്തെ നഗരമാക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞില്ലേ, അതിലില്ലേ എല്ലാം എന്ന് പ്രമോദ് നാണു ചോദിക്കുന്നുണ്ട്. വിക്ടർ തോമസ് പറയുന്നു, വയനാടിനെ കുറിച്ച് ഒരക്ഷരം മോദി മിണ്ടിയില്ല, തിരുവനന്തപുരം മാത്രം വികസിച്ചാൽ മതിയോ എന്നുള്ള ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട് വിക്ടർ തോമസ്. വീണ്ടും പ്രമോദ് നാണു, ഭാവിയിൽ CPM BJPയുടെ ഒരു ചെറിയ ഘടകകക്ഷിയാവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. പിന്നീട് മോഹനൻ പറയുന്നു, ഫാദറിൻ്റെ നാവ് പൊന്നാവട്ടെ എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ ഫാദർ സാമുവൽ പറഞ്ഞത് ആണ് അദ്ദേഹത്തിന് പൊന്നാവട്ടെ എന്നൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ചിലർക്ക് ഉറക്കമില്ലാത്ത നാളുകൾ, ഇടയ്ക്കിടയ്ക്ക് ബോഡി ചെക്കപ്പ് നടത്തണമെന്ന് ഇന്ത്യ പറയുന്നു. വീണ്ടും സുൽകുമാറൊക്കെയാണ്. രഘുനന്ദൻ പറയുന്നു, CPM ആവശ്യമില്ലാത്ത വിവാദങ്ങൾ പോകാതെ ഭരണകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഈ വാഗ്ദാനങ്ങളൊക്കെ മറികടക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. നന്ദകുമാർ P പറയുന്നു, LDF UDF അഡ്ജസ്റ്റ്മെൻറ്റ് ഭരണത്തിന് ഒരു മാറ്റം വേണ്ടേ? പുതിയ സംവിധാനം പരീക്ഷിച്ചാലേ മാറ്റം അറിയാൻ പറ്റൂ. ജനങ്ങൾ തീരുമാനിക്കട്ടെ, പ്രബുദ്ധ കേരളം ചിന്തിക്കട്ടെ എന്നൊക്കെ നന്ദകുമാർ പറയുന്നു. ശിവശങ്കർ പറയുന്നു, സാമുവൽ അച്ഛൻ
ഭയത്തിന് അടിസ്ഥാനമില്ല. 68 സീറ്റ് കിട്ടുകയും BJPക്ക് 6 സീറ്റും കിട്ടിയാൽ ഇന്ത്യ സഖ്യം ഭരിക്കും. BJPയെ പേടിക്കേണ്ട എന്ന് ശിവശങ്കർ പറയുന്നു. ക്രിസ് അങ്കി, കിരൺ, BJPയോട് ഇത്രയും വിരോധമുണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുന്നു. അത് പേര് എഴുതി ചോദിച്ച ആളുടെ പേര് കണ്ടിട്ട് എനിക്ക് നല്ല ചിരി വരുന്നുണ്ട്. ക്രിസ് അങ്കി എന്നുള്ളതാണ്. നമ്മൾ സാധാരണ കളിയാക്കിയൊക്കെ ആളുകളെ വിളിക്കുന്നതാണ് ക്രിസ് അങ്കി എന്ന്. അത് സ്വന്തം പേരായി തന്നെ അഭിമാനപൂർവ്വം സ്വീകരിക്കാനുള്ള ഒരു ധൈര്യമൊക്കെ കാണിക്കുന്നതല്ല, ധൈര്യമല്ല, അല്ലെങ്കിൽ അതിനുള്ള തൊലിക്കെട്ടിയൊക്കെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ചോദ്യത്തെ എന്നെ ആ ഗൗരവത്തിൽ മാത്രമേ കാണാൻ തൽക്കാലം കഴിയുള്ളൂ. BJP കുറച്ച് സീറ്റുകൾ കിട്ടിയാൽ കിരൺ കരയാൻ തുടങ്ങുമെന്ന് ക്രിസംഗി വീണ്ടും പറയുന്നത്. BJPക്ക് സീറ്റ് കിട്ടട്ടെ, അതിനുശേഷമല്ലേ നമുക്കത് ആലോചിക്കാം. മോഡി വന്ന് കുറേ വർഗീയത പറഞ്ഞുവെന്ന് അമ്പാടി പറയുന്നു. വമ്പൻ വാഗ്ദാനങ്ങൾ ആര് നൽകി, മാപ്രകൾ നൽകിയെന്ന് മോഹനൻ പറയുന്നു. വീണ്ടുമൊക്കെ ഒരേ ആളുകളൊക്കെ തന്നെയാണ് അതിൻ്റെ ഇടയ്ക്ക് അല്ലാതെ വരുന്നുള്ളത്. KK ജോർജ്, കയ്യിൽ പെൻസിൽ എന്തിനാണ് എന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. പെൻസിൽ ഇടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് ഒന്ന് കുറിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിക്കാനും ഒക്കെ ആയിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നതാണ് പെൻസില്. ചില കണക്കുകളൊക്കെ ചോദിക്കുക, അപ്പോൾ ചിലപ്പോൾ അതൊന്ന് പറയാനും ചില പോയിന്റുകൾ കുറിച്ച് വെക്കാനും ഒക്കെ ആവശ്യമാണ്, അതുകൊണ്ടാണ് വെക്കുന്നത്. മുഹമ്മദ് മഞ്ചേരി, താങ്കൾ പറയുന്നത് എന്താണെന്ന് താങ്കൾക്ക് പോലും അറിയില്ല എന്നാണ് തോന്നുന്നത്, എന്തിനാണ് എനിക്കൊന്നും മനസ്സിലായില്ല എന്നൊക്കെ ഗോളാന്തരയാത്ര പറയുന്നു. ഗോളാന്തരയാത്രയ്ക്ക് മനസ്സിലാവാത്തത് അദ്ദേഹത്തിൻ്റെ കുറ്റമാണ്, അല്ലാതെ അത് മുഹമ്മദ് മഞ്ചേരിയുടെ കുഴപ്പമല്ല. മുഹമ്മദ് മഞ്ചേരി സ്ഥിരമായി സംസാരിക്കുകയും ആധികാരികമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രേക്ഷകനാണ്. എന്തായാലും അത്തരം ചില കാര്യങ്ങളൊക്കെ താഴോട്ടും ഉണ്ട്. എന്തായാലും ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കളുടേതാണോ ഒരു കമൻറ്റ് ഞാൻ വായിച്ചത്? വായിച്ചല്ലോ, ഒരു ജയകുമാർ ഒരു കമൻറ്റ് ഞാൻ വായിച്ചല്ലോ. ഞാൻ കേട്ടില്ല, അത് അപ്പുറം വായിക്കണായിട്ടു ഗോളാന്തരത്തിന്റെ അപ്പുറം വായിക്കണ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലല്ലോ, ഒരു ജയകുമാറിന്റെ ഒരു കമന്റ് ഞാൻ വായിച്ചിരുന്നു. അതുകൊണ്ട് അപ്പൊ എന്തായാലും എന്താണ് ഈ തീരുമാനം കാര്യത്തിൽ എന്താണ് പറയുന്നത്? 2 ഞാൻ ഇട്ടിരുന്നു, അതിലൊന്ന് വായിക്കായിരിക്കും. വേറെ ഒരാഴ്ച ഇല്ലായിരുന്നല്ലേ? ഇല്ലായിരുന്നു. പറഞ്ഞിട്ട് ഇല്ലായിരുന്നു. എനിക്ക് ഞാനല്ല, അച്ഛന് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ തിരക്കുന്നുണ്ട്, ഞാനും തിരക്കി, വേറെ ആൾക്കാരൊക്കെ തിരക്കിയായിരുന്നു. അപ്പൊ വരുമ്പോഴൊന്ന് പറഞ്ഞിരുന്നു. എന്തായാലും സന്തോഷം. ഇടയ്ക്ക് തിരക്കൊക്കെ ചെയ്യുന്നതിൽ തന്നെ വലിയ തിരക്കും അത് വേറെ അല്ലേ. ഒരാള് നമ്മൾ സ്ഥിരം വന്നോണ്ടിരിക്കുന്ന ഒരാളില്ലെങ്കിൽ ഞാനെല്ലാം പലരും തിരക്കി, പലരും ചോദിച്ചു. എന്നോട് മനു പറഞ്ഞിരുന്നു, ഞാൻ ഇടയ്ക്ക് കാണുകയും ചെയ്തു. പറഞ്ഞിരുന്നു 2 ദിവസത്തിനകത്ത് വരുമെന്നും പറഞ്ഞിരുന്നു. അതിപ്പോ തിരക്കും, അത് വേറെ പ്രശ്നം. ഇതിൽ ചർച്ച ചെയ്യുന്നത് നമ്മളെ പേഴ്സണലല്ലോ ഇത് ചർച്ച ചെയ്യുന്നത്. ഒരിക്കലും അല്ല, ഇത് പേഴ്സണൽ കാര്യങ്ങളല്ലല്ലോ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പൊതുവായ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരും. അങ്ങനെ വരണ അഭിപ്രായം അല്ല, എല്ലാവരും ഒരേ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ലല്ല, എന്നിട്ട് സുഖമായോ സാർ? ഇപ്പോൾ കഴിഞ്ഞു, വീട്ടിലുണ്ട്, എത്തി. കേട്ടില്ല. ഒരു പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നേ, അങ്ങനെ ഒരു ബൈപ്പാസ് സർജറി വേണ്ടി വന്നു, അതിനുവേണ്ടി പോയത്. അച്ഛന് വയസ്സുണ്ട്, 78 വയസ്സ്. അത്രേ ഉള്ളൂ, വലിയ പ്രായമൊന്നുമില്ല, നമ്മളൊക്കെ പ്രായമൊക്കെ ഇല്ല. അതെ. കാരണം ഇപ്പൊ മോദിയുടെ ഗ്യാരണ്ടി ഡബിൾ എഞ്ചിൻ ഇതൊന്നും കേരളത്തിൽ വിളപ്പോവില്ല. നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞാല് ഒരു സീറ്റ് കിട്ടില്ല ബോഡപോക്കിന്. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറഞ്ഞാൽ അതിന്റെ സാഹചര്യം, അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള സാഹചര്യം എല്ലാവർക്കും അറിയാം. 10 സീറ്റ് കിടക്കുന്ന കോൺഗ്രസ് എന്തായാലും വരില്ല, ഇടതുപക്ഷം ഒരിക്കലും വരരുത് എന്നുള്ള ഒരു ചിന്താഗതിയാണ് ജനം കൊണ്ട് കൊടുത്തത്. അതിന്റെ ആ സിറ്റുവേഷൻ ഇതിന്റെ കണക്ക് പഠിക്കുന്നവർക്ക്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നവർക്ക് അഭ്യാസമായിരിക്കും. എന്ന് പറഞ്ഞ ഒരൊറ്റ സീറ്റ് പോലും കേരളത്തിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഗ്യാരണ്ടി നന്നായിട്ട് അറിയാന്നുള്ളതാണ്, നേരത്തെ മുതൽ അറിയാന്നുള്ളതാണ്. മോഡിയുടെ ഗ്യാരണ്ടി 15 ലക്ഷം തുടങ്ങി മോദിയുടെ ഗ്യാരണ്ടി അറിയാം. പിന്നെ നമ്മളെ വയനാട് ചൂരൽമല വെച്ചിട്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കൊച്ചിനെ കെട്ടിപ്പിടിച്ച് കരച്ചതും എന്താണ് അതിനെ കൊടുത്തത്? ഒരു ഉടുപ്പ് വാങ്ങിയുള്ള പൈസയെങ്കിലും കൊടുത്തോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, കിട്ടിക്കാണില്ലാതാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അതൊക്കെ ജനത്തിന്റെ മനസ്സിലുണ്ടാവുമല്ലോ. ആ ചൂരൽമല സംഭവിച്ചതുപോലെ ലോകത്തൊരിടത്തും സംഭവിച്ചില്ലല്ലോ. എല്ലാ ജനങ്ങളും നമ്മളും ഒക്കെ എന്തെല്ലാം സഹായങ്ങൾ ചെയ്തു, ഏതെല്ലാം വഴിക്ക്, സംഘടന വഴി അല്ലാതൊക്കെ ഏതെല്ലാം വഴിക്ക് സഹായം ചെയ്തു. അപ്പൊ അതിനകത്ത് എന്താണ് ചെയ്തത്? ഒരു സഹായവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ 1-2 സീറ്റ് എവിടെയെങ്കിലും ഇടതുപക്ഷം സഹായിച്ചാൽ ചിലപ്പോൾ കിട്ടിയാലായി. കാരണം പല കേസിലും വല്ല അഡ്ജസ്റ്റ്മെന്റിന്റെ പുറത്ത് 1-2 കിട്ടിയാൽ സാധ്യതയുണ്ടോ ശ്രീ ജയകുമാർ? ഇടതുപക്ഷമല്ലേ കഴിഞ്ഞ തവണ അവർക്കുണ്ടായിരുന്ന ഒരു സീറ്റ് ഈ തിരുവനന്തപുരത്ത് നേമത്ത് ആ അക്കൗണ്ട് പൂട്ടിച്ചത്? കാരണം അതിപ്പോ അക്കൗണ്ട് പൂട്ടിച്ചത് ശിവൻകുട്ടിയാണെന്ന് ശിവൻകുട്ടി പറയണം. ശിവൻകുട്ടിയാണെന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി ജയിച്ചുകൊണ്ട് ശിവൻകുട്ടി എന്ന് പറഞ്ഞു. ശിവൻകുട്ടി എങ്ങനെ ജയിച്ചു? ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി ജയിച്ചത്. അതായത് ശിവൻകുട്ടി ക്ലോസ് ചെയ്തുകൊണ്ടല്ല. ശിവൻകുട്ടി അവിടെ ഒരു പ്രയോജനം ഇല്ലാത്ത ഒരു അക്കൗണ്ട്, ഏറെ സീറ്റായിരുന്നു നേമം ശരിക്കും കോൺഗ്രസിന്റെ സീറ്റായിരുന്നു. അത് വന്ന കാര്യം ഒരു പ്രാവശ്യം ശിവൻകുട്ടി വന്നു. ഒ രാജഗോപാൽ ജയിച്ച സമയത്ത്
UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടിന്റെ കണക്കൊക്കെ താങ്കൾക്ക് അറിയാമല്ലോ. അറിയാം അപ്പോൾ എവിടുന്നാണ് വോട്ട് പോയത് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമല്ലേ? അറിയാം സാറേ. എന്ന് പറഞ്ഞാൽ എന്റെ എത്രാമത്തെ പ്രാവശ്യമാണ് വീടുകൾ കയറി ഇറങ്ങി. എന്റെ അവസാനത്തെ ദിപ്പാണെന്ന് പറഞ്ഞ് പിന്നെ എത്രയോ പ്രാവശ്യം തന്നാണ്. ആളുകൾക്ക് എന്തോ ഒരു സഹതാപം, എങ്ങനെ ഇല്ലാത്ത ഒരു സഹതാപമല്ലേ അവിടെ സംഭവിച്ചത്. അല്ലാതെ ബിജെപിയുടെ ഇതുകൊണ്ടോ പ്രകടനം കൊണ്ടോ ബിജെപിയുടെ ആൾക്കാർ അവിടെ ഉള്ളത് കൊണ്ടോ ഒന്നും ജയിച്ചു പോയതല്ല. അതുകൊണ്ട് ഇവിടുത്തെ എന്തായാലും വോട്ട് കുറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെ വെട്ടി ഒരു കമ്മ്യൂണിസ്റ്റിൽ നിന്ന് രണ്ടുപേരും അങ്ങോട്ട് പോയെന്നോ കോൺഗ്രസിൽ നിന്ന് രണ്ടുപേരും ഇങ്ങോട്ട് പോയാൽ ആ പോകുന്ന ആളല്ലാതെ കൂടെ പോകുന്ന ആൾ കാണില്ല. ആ ആളിന്റെ കൂടെ ഒരു 5 വോട്ട് വ്യക്തമാണ്. ശ്രീ ജയകുമാർ, ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, നമുക്ക് താങ്കളിലേക്ക് 1 മിനിറ്റ് വരാം. പെട്ടെന്ന് തന്നെ നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി, ആളുകൾ കമൻറ്റ് വായിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയും. നമുക്ക് എന്തായാലും ആ കമൻറ്റുകൾ കൂടി വേഗത്തിൽ ഒന്ന് നോക്കിയേക്കാം. ചില യൂട്യൂബിലെ അമ്പാടി പറയുന്നു, സാബു പാർട്ടി 2 ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. 2020 വിഷയമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ജയകുമാർ, സുനിലെ നമസ്കാരം. നിങ്ങൾ വിളിക്കുന്ന പാർട്ടിക്കാർ മുഴുവൻ പിണറായിക്ക് വോട്ട് ചെയ്യുമെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ പറയുന്നു. ഇതായിരിക്കും ജയകുമാർ നേരത്തെ എഴുതിയിരുന്നു പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഗോളാന്തര യാത്ര പറയുന്നു, കമ്മിക്കിരൺ എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ താങ്കൾക്കുള്ള തൊലിക്കട്ടിയേക്കാൾ വളരെ നല്ല തൊലിക്കട്ടിയാണ്. ഞങ്ങൾ സംഘി കുസൃതി എന്നൊക്കെ പറയും. സംഘി കുസൃതി എന്നല്ല, ക്രിസംഗി എന്നാണ് എഴുതിയിരുന്നത്. ക്രിസംഗി എന്ന് പറയുന്നത് ആരെയാണ് എന്നുള്ളതൊക്കെ ഗോളാന്തര യാത്രയ്ക്ക് അറിയാം എന്ന് തോന്നുന്നു. ആശാരിമാരും പെൻസിൽ വെക്കും എന്ന് പറയുന്നു, പെരുന്തച്ചൻ എന്നൊക്കെ പറയുന്നു. അത് അങ്ങനെ ഓരോ വിഭാഗത്തിന് അത് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായി വെക്കുന്നതാണ്. ഞാനും എൻ്റെ തൊഴിലിൻ്റെ ഭാഗമായി പേനയോ പെൻസിലോ ഉപയോഗിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പെൻസിൽ ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ പേനയും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ അതോടൊപ്പം പിന്നെയും കുറേ കമൻറ്റുകളൊക്കെ രഞ്ജി ഇ പി പറയുന്നു, BJP വന്നാൽ മാത്രമേ ഒരു മാറ്റമുണ്ടാകൂ, ഇടതു വലത് നാട് മുടിച്ചു എന്നൊക്കെയാണ് രഞ്ജി പറയുന്നത്. അപ്പോൾ ഇത്രയും കാലം കേരളത്തിലുണ്ടായ വികസനമൊക്കെ ഈ ഇടതു വലത് മുന്നണികൾ ഭരിച്ചിട്ടുണ്ടായ വികസനമല്ലേ? എൻ്റെ പൊന്ന് ജയൻ ചേട്ടാ, നിങ്ങൾ ഇടതിനും വലതിനും കൂടി മാറി മാറി അമ്പലം കൊള്ളയടിച്ചിട്ട് ജനങ്ങൾ കണ്ടവർ നിങ്ങൾ എങ്ങനെ വോട്ട് ചെയ്യും? ജയൻ ചേട്ടൻ ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുമെന്നൊക്കെ ഗോളാന്തര യാത്ര പറയുന്നു. ഗോളാന്തര യാത്രയ്ക്കും ഇതുപോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം പറയുന്നു. എന്തായാലും മറ്റ് ചില കമൻറ്റുകൾ കൂടിയൊക്കെ താഴോട്ടും ഉണ്ട്. പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾക്കെന്ത് തോന്നുന്നു? ഈ നരേന്ദ്രമോദിയുടെ വരവ് വമ്പൻ പ്രഖ്യാപനം ഉണ്ടാവും എന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു വ്യാഖ്യാനം. പക്ഷേ അങ്ങനെ പ്രഖ്യാപനം ഒന്നും ഉണ്ടായില്ല. പക്ഷേ അത് അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ ഇതിനൊപ്പം നടത്തുന്നുമുണ്ട്. അത് എങ്ങനെയാണ്, വോട്ടാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. ഈ നരേന്ദ്രമോദിയുടെ മനസ്സിൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഇതിപ്പോ ഇനിയിപ്പോ ഇലക്ഷൻ തുടങ്ങാൻ ചൂട് പിടിക്കാൻ തുടങ്ങണല്ലേ ഉള്ളൂ. ഉള്ളത് മുഴുവൻ ഇപ്പൊ നമ്മൾ എന്താ പറയാ പെരുന്നാളിന് കുണ്ട് പൊട്ടിക്കുമ്പോ അവസാനം പൊട്ടിക്കാൻ എന്തെങ്കിലും മാറ്റി വെക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് കല്ല് വെട്ടണതാവുന്നു. 2 മാസം കൂടി കഴിഞ്ഞിട്ട് ഇനി ഒരു വരവും കൂടി വരാനുണ്ടാവുമായിരിക്കും. അതുകൊണ്ടായിരിക്കും മാറ്റി വെച്ചേക്കണെന്ന് ഞാൻ വിചാരിക്കണം. പിന്നെ ഈ ഇലക്ഷനിൽ തോൽക്കുക ജയിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കറിയാമല്ലോ. നമ്മുടെ ജനാധിപത്യത്തില് ഇപ്പൊ ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, രാഹുൽ ഗാന്ധി തോറ്റിട്ടുണ്ട്. പിന്നെ വടക്കേ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള പല MP-മാരും BJPയുടെ MP-മാരും തോറ്റാണ് ഇന്ന് നിലയിലെത്തിയത്. നമ്മുടെ കരുണാകരൻ തോറ്റിട്ടുണ്ട്. EMSന്റെ മകൻ ഞങ്ങളുടെ മാളയിൽ തോറ്റിട്ടുണ്ട്. അപ്പൊ നേതാക്കന്മാര് തോൽക്കും ജയിക്കും ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ സുരേഷ് ഗോപി ജയിച്ചില്ല എന്ന് നമ്മുടെ ഒരാള് പറഞ്ഞു മുമ്പ്. സുരേഷ് ഗോപി ജയിച്ചില്ലേ? അപ്പൊ അവിടെ BJPക്കാർ നിറച്ചുണ്ടായിട്ടൊന്നല്ല ജയിച്ചത്. ചിലപ്പോഴൊക്കെ ജനങ്ങൾ തീരുമാനിക്കുമ്പോൾ ഒരു ഓളത്തിന് വരുമ്പോ ജനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ തീരുമാനിക്കുന്നതെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ 100% അടിപ്പെട്ട് അല്ലെങ്കിൽ കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ നാട്ടിലും നല്ലൊരു ശതമാനം ജനങ്ങളും ഈ അതായത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടില്. അതുകൊണ്ടാണല്ലോ മാറ്റം സംഭവിക്കുന്നത്. ഇപ്പൊ അങ്ങനെ മാറ്റം സംഭവിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ മാറി വരുമ്പോ ജനങ്ങൾക്ക് ആവേശം വന്നിട്ട് എന്തൊക്കെയാ സംഭവിക്കാന്ന് നമുക്ക് തീർത്തും വരില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തിരുവനന്തപുരത്ത് വരുമെന്ന് പറഞ്ഞോ? ഈ തിരുവനന്തപുരം മേയർ BJPയുടെ മേയർ പ്രധാനമന്ത്രി സ്വീകരിക്കും എന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കളിയാക്കി. ഇപ്പൊ അത് സംഭവിച്ചു. ചിലപ്പോ ജനങ്ങൾ വോട്ട് ചെയ്ത ജനങ്ങളാണ് അന്തിമമായിട്ട് തീരുമാനിക്കുക. ഇതെന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തായാലും BJP എന്റെ കാഴ്ചപ്പാടില് മോശമാവാത്ത ഒരു പ്രകടനം അടുത്ത അസംബ്ലി മണ്ഡലത്തിൽ നടത്തും. അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ എനിക്കൊരു മൊത്തത്തിൽ ഇപ്പൊ ഈ സാബു ജേക്കബിന്റെ വരവോട് കൂടിയിട്ട് നമ്മുടെ എറണാകുളം മേഖലയിൽ 2-3 സീറ്റൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ സാഹചര്യത്തില്.
അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ എന്തായാലും ഇല്ല, വരില്ല എന്ന് ആരും അങ്ങനെ പറയുന്നത് ഒരു ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യമാണ്. ജനങ്ങൾ തീരുമാനിച്ചാൽ എന്തും നടക്കും. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അടിമപ്പെട്ടിട്ടുള്ള വോട്ടുകൾ കൂടാതെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്. അവരുടെ വോട്ടുകൾ എങ്ങനെ പോകും എന്ന് നോക്കിയിട്ടായിരിക്കും നമ്മുടെ ജനവിധി. എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു അസംബ്ലി എന്താ പറയാ പാർലമെന്റ് അസംബ്ലി കൂടുമ്പോ BJPയുടെ മോശമല്ലാത്ത MLA-മാര്, അതായത് ഭരണത്തിൽ സ്വാധീനിക്കാൻ പറ്റുന്ന, അതായത് ഇദ്ദേഹത്തെ ഒരു സുഹൃത്ത് പറഞ്ഞ പോലെ ഈ 68 വരുമ്പോ എങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ പറ്റില്ല. പിന്നെ പോയി അതെങ്ങനെ അന്നേരത്തെ കളികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മുൻകൂട്ടി പറയാൻ പറ്റില്ല. അങ്ങനെയാണ്. ഇരുമ്പലിക്കൊന്നും അല്ലല്ലോ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഇങ്ങോട്ടൊക്കെ ഇപ്പൊ നമുക്ക് മാറ്റങ്ങൾ വേണ്ടി വരും ചിലപ്പോ. ഒരിക്കൽ ഞങ്ങളുടെ MLA ആയിരുന്ന പോൾക്കോക്കാട്ട് അല്ല പേര് മറന്നു, സോറി, ശ്രീ പ്രസന്നാണ് ശ്രീ വിജയനാണ് കൊല്ലത്ത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തിരുവനന്തപുരം നഗരത്തിന് BJP ഭരണം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി വന്നു. ആ പ്രധാനമന്ത്രിയുടെ വരവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ പ്രഖ്യാപനങ്ങളും ഒക്കെ അടുത്ത നിയമസഭയിൽ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഗുണമാവാൻ സാധ്യതയുണ്ടോ? നമസ്കാരം. BJP അവിടെ അധികാരത്തിൽ വന്നതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും സാറേ, ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവും. അധികാരത്തിൽ BJP വന്നാൽ മറ്റ് കക്ഷികൾ, ഇവിടെ ഇപ്പൊ ഭരിക്കുന്ന കക്ഷികളെ പോലെ കള്ളത്തരങ്ങളും കൊള്ളയും ഇതും ഒന്നും ഇല്ലാതായി ഇവിടെ നല്ലൊരു ഭരണം കാഴ്ച വെക്കണമെങ്കിൽ മോദിയുടെ ഭരണം തന്നെ വേണം, BJP എന്ന പാർട്ടിയുടെ ഭരണം തന്നെ വേണമെന്നാണ് ഈ നാട്ടിൽ ഇപ്പം ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. എന്ന് വിചാരിച്ച് മൊത്തത്തിൽ ഞങ്ങൾ ശ്രീ വിജയൻ, ഈ ഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷം പോയിട്ട് ഒരു 4-1 അല്ലെങ്കിൽ 5-1 ആളുകളെങ്കിലും ചിന്തിച്ചിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ വോട്ട് BJPക്ക് കിട്ടുകയും ജയിക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. അല്ലാതെ ഞാനത് പറഞ്ഞപ്പോ ഈ 100-101 വയസ്സുള്ള CPM-ന് ഒരു സീറ്റാ ലോകസഭയിൽ, 101 വയസ്സുള്ള CPM-ന് ഒരു സീറ്റാ. ഞങ്ങൾക്ക് കൊണ്ട് സാറേ ഒരു സീറ്റല്ല കേട്ടോ, ഒരു സീറ്റല്ല. അത് പോട്ടെ, എന്തായാലും പറഞ്ഞോളൂ. അല്ല, ഇവിടെ കേരളത്തിലെ കാര്യം. അതുപോലെ തന്നെ ഇപ്പൊ കോർപ്പറേഷനും സാറ് ഈസിയായിട്ടൊക്കെ തള്ളിയത് കളയണ്ട. ഇത് എങ്ങനെ വരുമെന്നൊക്കെ നമുക്ക് ഇനി കണ്ടറിയാം. അത് മാത്രമല്ല, കേരളത്തിൽ ശ്രീ വിജയൻ, കേരളത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയ വോട്ട് ഷെയറിൽ നിന്ന് വല്ലാതെ കുറവാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. അതാകുമല്ലേ, അതങ്ങനെ വരുമല്ലേ. ഞങ്ങൾ ഇത് നേരത്തെ സംസാരിച്ചതാ, അത് വരുമല്ലേ. അത് ആ രീതിയിലാണ് ഇവര് ഓരോ ഡിവിഷനും ശരിയാക്കി എടുത്തത്. ആ രീതിയിലാണല്ലോ വോട്ട് പിടിക്കരുത് എന്ന് വിചാരിച്ചത്. തിരുവനന്തപുരത്ത് ഇത് ചെയ്തതാ, ഈ കൊല്ലത്ത് ഇത് ചെയ്തതാ. കൊല്ലത്ത് എന്നിട്ട് 12 സീറ്റ് കൊല്ലത്ത് പിടിച്ചു, 6 ആയിരുന്നു. അപ്പം സാറ് ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്. പിന്നെ അവര് വന്നെന്ന് കേട്ടില്ല സാറേ കുഴപ്പം. BJP 15 കൊല്ലമില്ലേ, 15 കൊല്ലം പൂർത്തിയാക്കാൻ പോകുന്നത്. ആര് ഭരണം വരണ്ട എന്നൊക്കെ നമ്മളല്ലല്ലോ. ഭൂരിപക്ഷം വരുന്ന ജനത്തിന് BJP നല്ലതാണെന്ന് തോന്നിയാൽ BJPയെ സ്വീകരിക്കും. BJP അങ്ങനെ നല്ലതാണെന്ന് കേരളത്തിലെ ഭൂരിപക്ഷം ജനതയ്ക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് BJPക്ക് കേരളത്തിൽ ഭരണം അല്ലെങ്കിൽ MLA-മാരെ കിട്ടാത്തത്. അങ്ങനെ മറിച്ച് തോന്നിയാൽ അവർക്ക് കിട്ടുകയും ചെയ്യും. അത് അവരുടെ കൂടുതലും ഈ മറ്റു പാർട്ടിക്കാരുടെ തള്ളും അവരുടെ കള്ളത്തരങ്ങൾ പറഞ്ഞ് ജനങ്ങളെ അങ്ങനെ കള്ളത്തരം പറഞ്ഞ് വിശ്വസിക്കുന്ന അത്ര മണ്ടന്മാരാണോ കേരളത്തിലെ ജനം? കേരളത്തിലെ ജനത്തിന് വലിയ രാഷ്ട്രീയ സാക്ഷരതയും ബോധവും ലോകപരിചയവും ഒക്കെ ഉള്ള മനുഷ്യരില്ലേ? അവര് നന്നായി ചിന്തിക്കുന്നില്ലേ? മറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തെ പോലും കമ്പയർ ചെയ്യാൻ കഴിയുന്നതിനപ്പുറം ലോകപരിചയമുള്ളവരല്ലേ മലയാളികൾ? ഇപ്പൊ സാറ് കണ്ടോ, ഇത്രയും കാലം മിണ്ടാതിരുന്ന ഒരു കാര്യം അവരെടുത്തിട്ട് കണ്ടോ, ഉമ്മൻചാണ്ടിയുടെ മകനെടുത്തിട്ട് കണ്ടോ. അതെന്തെങ്കിലും ആട്ടെ, അതല്ലല്ലോ വിഷയം. ജനങ്ങൾ ആരറിഞ്ഞു? അല്ലല്ല, ഞാൻ പറഞ്ഞ ആ വിഷയമല്ല ഞാൻ പറഞ്ഞത്. ജനങ്ങൾ ആരറിഞ്ഞു ആ വിഷയം ജനങ്ങൾ ആരറിഞ്ഞു? ഈ കേരളത്തിലെ ജനങ്ങൾ ഇത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ പലതവണ ചർച്ചയായിട്ടുള്ള വിഷയമാണ് ശ്രീ വിജയൻ. എന്തായാലും അത് ഇതുമായി നേരിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ KG കുമാറാണ് കൊട്ടാരക്കരയിൽ. ശ്രീ KG കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നരേന്ദ്രമോദിയുടെ വരവും പ്രഖ്യാപനവും ഒക്കെ BJPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ നേട്ടമാവാൻ സാധ്യതയുണ്ടോ? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJPക്ക് നേട്ടം ഉണ്ടാവും. എന്തായാലും BJPയുടെ സാന്നിധ്യം തീർച്ചയായും അറിയിക്കും. അപ്പൊ എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-നും
5-ൽ കുറയാതെ 10-നും ഇടയ്ക്കുള്ള സീറ്റ് BJP പിടിക്കും എന്നാണ് എൻ്റെ ഇത്. കാര്യം അത് ഈ KG കുമാർ അങ്ങനെ 5-ൽ കുറയാതെ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ താങ്കൾ കൊട്ടാരക്കരക്കാരനാണല്ലോ, കൊല്ലം ജില്ലയിൽ എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇല്ല, കൊല്ലം ജില്ലയിൽ പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. ആലപ്പുഴ കിട്ടാൻ സാധ്യതയുണ്ടോ? ആലപ്പുഴ കിട്ടും, തിരുവനന്തപുരം കിട്ടും. ആലപ്പുഴ എവിടെയാണ് കിട്ടാൻ സാധ്യത? ആലപ്പുഴ പിന്നെ ചിലപ്പം ശോഭാ സുരേന്ദ്രൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് വെച്ചാൽ ചെങ്ങന്നൂരാണോ എവിടെയാണെന്നുള്ളത് ഇവർ തീരുമാനമായിട്ടില്ലല്ലോ. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്ന ഒരു മണ്ഡലം ഏതാണെന്ന് ഫിക്സ് ആയിട്ടില്ല, അത് എന്തായാലും കിട്ടും. പിന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും കുറഞ്ഞത് 2-3 സീറ്റ് തിരുവനന്തപുരത്ത് കിട്ടും. കാര്യം ഇതുവരെ ഉള്ള ഉള്ള പോലെ അല്ല ഇനി അങ്ങോട്ട്. അത് തീർച്ചയായിട്ടും ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം താങ്കൾ നോക്കിക്കോ, അത് എന്തായാലും വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പലരും സംസാരിക്കുന്ന കേട്ട് BJPക്ക് സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, BJPക്ക് കിട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും. ചിലപ്പം ത്രിശങ്കുവായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്, അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴത്തും ഒന്നുമില്ല. കാര്യം ഇക്കണ്ട ഈ BJPക്ക് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ വോട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെറും മണ്ടന്മാരാണ്. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബുദ്ധിയുള്ള ആൾക്കാർ. എല്ലായിടത്തും എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ ഈ ബുദ്ധിമാന്മാരുടെ ശതമാനത്തിൽ കൂടുതലും കുറവുണ്ടെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ബുദ്ധിമാന്മാരുടെ ശതമാനത്തിൽ കൂടുതലും കുറവുണ്ട്. കേരളത്തിൽ ബുദ്ധിമാന്മാരുടെ ശതമാനം കൂടുതലാണ്. എന്തായാലും KG കുമാറിന്റെ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹം പറയുന്നത് 5 സീറ്റിൽ കുറയാതെ കിട്ടും എന്നൊക്കെയാണ്. ഓരോരുത്തർക്കും അവരുടേതായ കണക്കൂട്ടലുകളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. എന്തായാലും നമുക്ക് മറ്റു പ്രേക്ഷകരിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേള, വളരെ വേഗത്തിൽ മടക്കി വരാം. രഞ്ജിത്താണ് തൊടുപുഴയിൽ നിന്നും വിളിക്കുന്നത്. നരേന്ദ്രമോദിയുടെ തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിലേറിയ ശേഷമുള്ള സന്ദർശനവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വമ്പൻ വികസന പ്രഖ്യാപനങ്ങൾ ഇല്ലാതെ പോയതുമൊക്കെയുള്ള വിഷയം, അത് തെരഞ്ഞെടുപ്പിനെ ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ രഞ്ജിത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. ശ്രീമാൻ നരേന്ദ്രമോദി നമ്മുടെ തിരുവനന്തപുരത്ത് എത്തുകയും അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അതിന്റെ പ്രൊജക്ടിന്റെ പ്ലാനുകളെല്ലാം വിശദമായി അവതരിപ്പിക്കുകയും ചെയ്തു. ഇതിലൊരു രാഷ്ട്രീയപരമായിട്ട് നോക്കുകയാണെങ്കിൽ BJPക്ക് വൻ നേട്ടം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് BJPക്ക് കുറഞ്ഞതൊരു 5 സീറ്റ് വരെ കിട്ടാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഇപ്പോൾ അമൃത് ഭാരത് ട്രെയിൻ ഉൾപ്പെടെയുള്ള പദ്ധതികളും പിന്നെ ക്രെഡിറ്റ് കാർഡിന്റെ സാധാരണക്കാരായിട്ടുള്ള ഒരു ചെറിയ ബിസിനസ് ചെയ്യുന്ന ഒരു ഉന്തുവണ്ടി കച്ചവടവും അല്ലെങ്കിൽ വഴിയോര കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നത് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് അവരുടെ ജീവിതത്തിൽ. അപ്പൊ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സർക്കാരാണ് NDA സർക്കാരെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നു. ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിൽ കേരളത്തിലുള്ള എല്ലാ പ്രബുദ്ധ ജനങ്ങളും ഇത് കണ്ട ഒരു കാഴ്ചയാണ്. മാധ്യമങ്ങൾ വളരെയധികം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ജനങ്ങളിൽ എത്തുകയും അവർ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ NDAക്ക് ഒരു തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് നൽകുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ശരി, താങ്കളുടെ പ്രതീക്ഷയാണ് താങ്കൾ പങ്കുവച്ചത്. ശ്രീ പ്രമോഷാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ പ്രമോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രധാനമന്ത്രിയുടെ വരവും പ്രഖ്യാപനവും ഒക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ളത് തന്നെയാണ്. അത് BJPക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമാകാൻ, വോട്ടാവാൻ സാധ്യതയുണ്ടോ? കിരൺ സാർ നമസ്കാരം. നമസ്കാരം. ഇത് സാർ അതെ, ഒരു പ്രധാനമന്ത്രി നമ്മുടെ കേരളത്തിൽ വരുന്നത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നമ്മൾ അഭിനന്ദിക്കുന്നു. കാരണം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുന്നു. പക്ഷെ രാവിലെ തുടങ്ങി മാധ്യമങ്ങളും നമ്മളെല്ലാവരും ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്. ഇവിടെ വലിയൊരു വമ്പൻ പ്രഖ്യാപനങ്ങളും കേരളത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി മാധ്യമങ്ങളൊക്കെ അത് പറയാൻ കാരണം BJP നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നത് 45 വർഷത്തെ വികസന മുരടിപ്പ് 45 ദിവസത്തിനുള്ളിൽ മാറ്റും, അങ്ങനെയുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് വന്ന് നടപ്പാക്കും, വികസിത തിരുവനന്തപുരം സാധ്യമാക്കാനുള്ള പദ്ധതികൾ തുടങ്ങുമെന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, അല്ലാതെ നമ്മൾക്കറിയില്ലല്ലോ. അല്ല, അപ്പൊ കേരളത്തിലുള്ള ഓരോ ജനങ്ങളും അത് കാതോർത്തിരുന്ന്, കാരണം എന്തെങ്കിലും വലിയൊരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാവുന്നു. പക്ഷെ തീർത്തും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന് വന്നെന്നതിനപ്പുറം വേറൊരു പ്രത്യേകിച്ച് നമുക്ക് അതിലൊന്നും കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ പിന്നെ തെരഞ്ഞെടുപ്പില് ഈ മോദി ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് കാണേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് LDF രണ്ടാമത് ഭരണം നിലനിർത്തുകയാണെങ്കിൽ അടുത്ത 2031 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും BJPക്ക് കുറച്ച് സീറ്റ് കിട്ടും.
അത് ഒരു മോദി ഗ്യാരണ്ടി ആ സമയത്ത് ഉണ്ടാവും. അത് ഈ പ്രാവശ്യം കിട്ടില്ല. LDF സർക്കാർ രണ്ടാമത് വരികയാണെങ്കിൽ അടുത്ത വരുന്ന നിയമസഭ തെരഞ്ഞെടുപ്പിനകത്ത് BJPക്ക് സീറ്റ് കിട്ടും. അതല്ലാണ്ട് ഒന്നുമില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് 33 സീറ്റ് കിട്ടും. കേരളത്തിൽ ഭരണം നിലനിർത്തണോ വേണ്ടെന്ന് തീരുമാനിക്കുന്ന പ്രധാന ശക്തിയായിട്ട് ഞങ്ങൾ മാറുമെന്ന കുറെയൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മാജിക്കൊന്നും കേരളത്തിലേക്ക് തൽക്കാലത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് ആ മാറ്റത്തിലൊന്നും കേരളം വന്നിട്ടില്ല. അത് വരികയായിരിക്കും. പിന്നെ ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുന്നു, തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, രാഷ്ട്രീയത്തിനകത്ത് കേരളത്തിനകത്ത് BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഒരു ചർച്ചയാകുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് കാരണം LDF UDF ബദലായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പൊ നമ്മൾ ഈ പ്രസന്റ് നടന്ന തെരഞ്ഞെടുപ്പൊക്കെ നോക്കുകയാണെങ്കിൽ ഇവരൊരു ഫാക്ടറായിട്ട് മാറുന്നുണ്ട് കേരളത്തിനകത്ത്. അത് നമ്മൾ കുറച്ചും കാണുന്നില്ല എന്ന് കരുതി നിയമസഭയ്ക്കകത്തൊക്കെ വലിയൊരു ചാലക ശക്തി മാറാനായിട്ടോന്നുള്ള ഒരു ഇതൊന്നും കേരളത്തിനകത്ത് ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു മുതലാളി ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇത് കാണും. ഇപ്പൊ നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട് കുട്ടരാജ്യം അതിനകത്ത് നടക്കുന്നത്. അപ്പൊ ആരെയും കൂട്ടി കുറെ സ്ഥലത്തൊക്കെ കുറച്ച് തേരോട്ടം ഉണ്ടാക്കാന്നല്ലാണ്ട് ഒരു നിയമസഭ പിടിക്കാനുള്ള ആയിട്ടില്ല സാറേ. ഇതാണ് എന്റെ ഇതിനോടുള്ള അഭിപ്രായം. ശരി, ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ നരേന്ദ്രമോദിയുടെ വരവ്, പ്രധാനമന്ത്രിയുടെ വരവ് BJPക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരത്തിൽ വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ടോ? ഞാൻ പറയാനിരുന്ന പകുതിയോളം കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ച സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞു. ഈ സർക്കാർ 12 വർഷത്തിന് മുമ്പ് അധികാരത്തിൽ വരുമ്പോൾ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്താ പറഞ്ഞു? 15 ലക്ഷം രൂപ പാവങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ 100 വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പം ക്രെഡിറ്റ് കാർഡ് വന്ദേ ഭാരത് ഓടിപ്പോ 3.5-4 കോടി ജനങ്ങളുള്ള കേരളത്തിൽ വന്ദേ ഭാരത് ഓടിപ്പോയെങ്കിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ തീർന്ന പ്രശ്നങ്ങളിൽ ദൈനംദിനം പരിഹാരം കൊണ്ടു കൊടുക്കുകയാണ് ഈ നമ്മുടെ കേരളത്തിലെ സർക്കാർ. എന്തെങ്കിലും അത് മാധ്യമങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ നമ്മുടെ ഈ ചില മാധ്യമങ്ങളത് ചർച്ച ചെയ്തു. കേരളത്തിലെ വികസനങ്ങൾ പിണറായി വിമർശിച്ചോട്ടെ, ഞങ്ങൾ ഈ വിമർശിക്കേണ്ട കാര്യങ്ങൾ കേൾക്കാൻ ഇടതുപക്ഷം തയ്യാറാണ്. ഈ കേരള സർക്കാർ നടപ്പാക്കിയ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ എത്ര ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തു? സ്വർണ്ണപ്പാളിയുടെ പുറകിലാണ് എല്ലാവരും പോയത്. അതിന്റെ ഏഴായനത്തെത്താൻ കേന്ദ്ര സർക്കാരിനും മോഡിക്കോ കഴിയില്ല. പിന്നെ നമ്മൾ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ വരുമ്പോൾ ആള് കൂടും, കുറച്ച് ചർച്ച ചെയ്യും എന്ന് പറയും. ഒരു സെലിബ്രിറ്റിയെ കാണുന്ന കണക്ക് കുറച്ച് മീഡിയാസ് ഒക്കെ 2 ദിവസം ചർച്ച ചെയ്യും എന്നുള്ളതല്ലാതെ കേരളത്തിലെ സാധാരണക്കാരന്റെ അടിസ്ഥാന വിഷയങ്ങൾ അക്കമിട്ട് ഞങ്ങൾക്ക് ഈ ഫോണിൽ കൂടെ ഈ 1 സെക്കൻഡ് ഒന്നും പറയാനൊക്കത്തില്ല. ഞങ്ങളെ കൂടെ വിളിച്ചാൽ നിങ്ങൾ പറയുന്നിടത്ത് വന്നിരുന്ന് ഞങ്ങൾ സംസാരിച്ചല്ല. ക്രെഡിറ്റ് കാർഡ് വന്ദേ ഭാരത് മോഡി സർക്കാർ കേന്ദ്ര സർക്കാർ വന്നതിന് ശേഷം ഈ അംബാനിയും അദാനിയും അതുപോലുള്ള കോർപ്പറേറ്റുകൾക്കുള്ള കോടിക്കണക്കിന് രൂപ പാവങ്ങളുടെ പണം എഴുതി തള്ളിയതല്ലാതെ വിമാനത്താവളങ്ങളടക്കം സ്വകാര്യവൽക്കരിച്ച് എല്ലാം ഇന്ത്യയുടെ വിലപ്പെട്ടതെല്ലാം എഴുതി തള്ളിയതല്ലാതെ സാധാരണക്കാരന് ഒരു മെച്ചവും ഈ BJP സർക്കാർ കൊണ്ടുണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഉണ്ടാകുന്ന നേരത്തെ ഒരു സുഹൃത്ത് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഗിമ്മിക്ക് BJPക്ക് ഒരു അന്തരീക്ഷം മീഡിയയ്ക്ക് അതിനകത്ത് മീഡിയ കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് BJPയെ കാണിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. വികസനത്തെക്കാൾ ഉപരി BJPയെയും തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയൊക്കെ ജയിച്ചതുകൊണ്ട് മീഡിയ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, പിന്നെ ഈ നമ്മുടെ ഇപ്പൊ ഈ കോൺഗ്രസിന്റെ വോട്ട് എന്തുകൊണ്ടാണ് BJP മെച്ചപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്ക് ഞങ്ങളെക്കാളും അറിയുന്നവരാണ് മാധ്യമങ്ങൾ. ഈ മുഴുവൻ കുത്തൊഴുക്കായിരുന്നു കോൺഗ്രസിന്റെ ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ രാധാകൃഷ്ണൻ. മറ്റ് പ്രശ്നങ്ങളിലേക്ക് ശ്രീ രാധാകൃഷ്ണൻ തന്നെയാണ്, വൈറ്റിലയിൽ നിന്നുള്ള രാധാകൃഷ്ണനാണ്. വൈറ്റിലയിൽ നിന്നുള്ള ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനങ്ങളും രാഷ്ട്രീയവും പ്രസംഗവും ഒക്കെ ഏതെങ്കിലും തരത്തിൽ BJPക്ക് അനുകൂലമായ ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ വരണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതിനുള്ള ഏതെങ്കിലും സാധ്യത ഉണ്ടോ? നമസ്കാരം. നമസ്കാരം. സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് സാധ്യത ഉണ്ടാക്കും പോലെയുള്ള ഒരു ഭരണമാണ്. കാരണം വെച്ചാല് ഈ ശബരിമല കൊള്ള നടത്തിയിട്ട് ആ സാഹചര്യത്തിൽ ഒരു നടപടി എടുക്കാതെ ഒത്താശ ചെയ്യുന്ന പോലെ ചെയ്യുന്നു. അതുപോലെ മന്ത്രിമാരാണ് ഈ സജീച്ചറിയാനൊക്കെ വിഷം. ശ്രീ രാധാകൃഷ്ണൻ, ശബരിമലയിൽ നടന്ന മോഷണത്തിന് ആരാണ് ഇപ്പോൾ ഒത്താശ ചെയ്യുന്നത്? അല്ല, സർക്കാർ അത് പാർട്ടി മുൻ MLA അടക്കമുള്ളവരും ദേവസ്വം പ്രസിഡന്റൊക്കെ അവരെ സസ്പെൻഡ് ചെയ്യണ പോലും ഇല്ലല്ല. പാർട്ടി നീക്കം ചെയ്യണ്ടേ? ജനങ്ങൾക്കൊരു വിശ്വാസം വേണ്ടേ? കേൾക്കൂ,
ഈ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു. കോടതി അന്വേഷണത്തെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. തൃപ്തികരമായ അന്വേഷണമെന്ന് കോടതി തന്നെ പറയുന്നു. CPM-ന്റെ മുൻ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ഈ കാര്യത്തിൽ അകത്ത് കിടക്കുകയാണ്. അപ്പോൾ പിന്നെ ആരെ സഹായിക്കുന്നു ഇല്ല, കോടതി തന്നെ എത്ര വിമർശനം ഉണ്ടാക്കി. ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാത്തൊരു കോടതിയിലെ ഇത് കൂട്ടത്തിലുള്ളതിൽ ഏറ്റവും വലിയ നേതാവ് പത്മകുമാറാണ്. പത്മകുമാർ ഇനി ഉണ്ടല്ലോ കടകംപള്ളി സുരേന്ദ്രനൊക്കെ വരുമല്ലോ. ഒരാൾക്ക് താങ്കൾക്ക് ആഗ്രഹമുള്ളവരെല്ലാം പോയി അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ? പങ്കുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ. പാർട്ടി സസ്പെൻഡ് ചെയ്യേണ്ടവരെ അതെന്തിനാണ് പാർട്ടി സസ്പെൻഡ് ചെയ്യുന്നത്? നടപടി എടുക്കണ്ടേ? ജയിലിൽ കിടക്കുന്ന ആളുകളെ പിന്നെ ഒരാളുടെ കുറ്റം തെളിയുന്നത് വരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ നടപടി ഉണ്ടാവും. അത് പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ലാതെ എങ്ങനെയാണ് ഒരാളെ സസ്പെൻഡ് ചെയ്യുന്നത്? കുറ്റം തെളിയുന്നില്ല. കാരണം വെച്ചാൽ അതെന്ന് വെച്ചാല് കുറ്റമാണ്. അറസ്റ്റ് ചെയ്ത് വെറുതെ ഒരാളെ കിടത്തൂല്ലല്ലോ. ജയിലിൽ കിടക്കുമ്പോ ഒരു കുറ്റമില്ല. നിയമത്തിന്റെ പലപ്പോഴും അറസ്റ്റ് ചെയ്ത പോലീസ് അറസ്റ്റ് ചെയ്യുന്നവരെല്ലാവരും പ്രതികളാവണമെന്നുണ്ടോ? അല്ല, അത് പൊതുപ്രവർത്തകർ എപ്പോഴും ആ ഒരു ഇത് വേണം. കാരണം വെച്ചാൽ അവര് പ്രേക്ഷകരെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി വന്നത് സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരും തന്നെ കേരളത്തിൽ BJP-ക്ക് ഒരു ഭരണം കിട്ടുമെന്നോ അല്ലെങ്കിൽ വമ്പൻ സീറ്റുകൾ കിട്ടുമെന്നോ ഒന്നും പറഞ്ഞില്ല. 5 സീറ്റ് കിട്ടുമെന്നും പരമാവധി 10 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞവരുണ്ട്. അങ്ങനെയല്ല, 0 അക്കൗണ്ട് പൂട്ടിയതായി തന്നെ നിലനിൽക്കും എന്ന് പറഞ്ഞവരുണ്ട്. മോദി മുമ്പും ഇത്തരം ഗ്യാരണ്ടികളൊക്കെ നൽകിയിരുന്നു. ആ ഗ്യാരണ്ടി പാലിച്ചില്ല എന്ന് പറഞ്ഞവരും. അങ്ങനെയല്ല, തിരുവനന്തപുരത്തെ ഭരണം BJP ഭരണവും നരേന്ദ്രമോദിയുടെ വരവുമൊക്കെ BJP-ക്ക് ഒരു പുതിയ ഉണർവ് നൽകും എന്ന് പ്രവചിച്ചവരും പറഞ്ഞവരും പ്രതീക്ഷിച്ചവരും ഒക്കെയുണ്ട്. എന്തായാലും വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.